ജന്മഭൂമി മുൻ പത്രാധിപരും എഴുത്തുകാരനും സംഘപ്രചാരകനുമായ പി നാരായൺജി നവതി ആഘോഷങ്ങളുടെ നിറവിൽ തൊടുപുഴയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ RSS അഖില ഭാരതീയ കാര്യകാരി സദസ്സിൻ വി ഭാഗിയ മുഖ്യപ്രഭാഷണം നടത്തി. മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൂലികയെ ആയുധമാക്കി മാറ്റത്തിനൊപ്പം നടന്ന വ്യക്തിയാണ് നാരായൺജി. ശോഭനമായ വ്യക്തിജീവിതം ഉപേക്ഷിച്ച് അദ്ദേഹം സമാജ സേവനത്തിന്റെ വഴി തിരഞ്ഞെടുത്തു. ജീവിതത്തിലെ ഒരു വഴിത്തിരിവിലും അദ്ദേഹത്തിന് മാറ്റമുണ്ടായില്ല. പ്രതിസന്ധികളിലും അണുവിടെ ചലിക്കാതെ ഉറച്ചു നിൽക്കുകയാണ് നാരായൺജി ചെയ്തതെന്ന് RSS അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ വി ഭാഗയ്യ പറഞ്ഞു. നാരായണൻജി lived with a single devotion to motherland, to the literature, to the Saraswati, to the journalism. Through journalism, through literature, through Janmabhoomi, through Kesari, he worshipped this great motherland without any detraction. You can see. So this is a felicitation for that his devotion. Is a devotion to our motherland also. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്ക് ശേഷം ഒരു പത്രത്തിനായി ഇത്രയും ത്യാഗം സഹിച്ച മറ്റൊരു പത്രാധിപർ ഉണ്ടാകില്ലെന്ന് മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടറും പ്രസ് അക്കാദമി മുൻ ചെയർമാനുമായ തോമസ് ജേക്കബ് അഭിപ്രായപ്പെട്ടു. പി നാരായണന്റെ നവതി ആഘോഷത്തിന് തുടക്കം കുറിച്ച് തൊടുപുഴയിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. തങ്ങളിരുവരും പ്രവർത്തനം തുടങ്ങിയത് കോഴിക്കോട് നിന്നാണ്. അദ്ദേഹം അവിടെ എത്തിയൊരു സായാഹ്ന പത്രം ആരംഭിച്ചു. ഭരണമോ മൂലധനമോ ഇല്ലാത്ത കാലത്താണ് അതിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് പത്രം തുടങ്ങിയത്. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം കൂടുതൽ ഊർജത്തോടെ തിരിച്ചു വരികയും ദിനപത്രമായി മാറുകയും ചെയ്തു. ഇത്തരത്തിൽ ജന്മഭൂമിയുടെ ചരിത്രം പി നാരായണനിലൂടെയാണ് വളർന്നു വന്നിരിക്കുന്നത്. ഇന്ന് അത് പടർന്നു പന്തലിച്ച് പ്രചുര പ്രചാരം നേടിയതിൽ സന്തോഷമുണ്ടെന്നും തോമസ് ജേക്കബ് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കഴിവുകൾ ആദ്യമായി തെളിയിച്ചത് കോഴിക്കോട്ടാണ്. 60കളിൽ ഏതാണ്ട് ഒരേ വർഷം തന്നെ, അല്ലെങ്കിൽ ഒരു 6 മാസത്തെ വ്യത്യാസത്തിനാണ് ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോട്ടെത്തുന്നത്. അദ്ദേഹം കോഴിക്കോട്ട് വന്ന് ഒരു പത്രം സ്ഥാപിച്ചു. ഞാൻ 70 വർഷം കോട്ടയത്ത് മാത്രം ഒതുങ്ങി നിന്ന മനോരമയ്ക്ക് ഒരു എഡിഷൻ ആരംഭിക്കാൻ വേണ്ടി കോഴിക്കോട്ട് ചെന്നു. പക്ഷെ ഞാൻ പോയ സാഹചര്യവും നാരായൺജി പോയ സാഹചര്യവും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു പത്രം ആരംഭിക്കുന്നതിന് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ അറിഞ്ഞവരായി അനുഭവിച്ചവരായി ഈ തലമുറയിൽ നമ്മുടെ കൂടെ ഉള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് നാരായൺജിയാണ്. ചടങ്ങിൽ മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ, മുൻ DGP ജേക്കബ് തോമസ്, ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ, മുൻ അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ S സേതുമാധവൻ, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K രാമൻപിള്ള തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ജനം, കൊച്ചി.